Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കുറ്റൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 50 പവൻ സ്വർണം മോഷ്ടിച്ചു. കുറ്റൂരിലെ നഫീസയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻഭാഗത്തുള്ള കിണറിന്റെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തുകയറി മോഷണം നടത്തിയത്. കുറ്റൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 50 പവൻ സ്വർണം മോഷ്ടിച്ചു. കുറ്റൂരിലെ നഫീസയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നഫീസ പെരുന്നാളിന് വീട് പൂട്ടി അഞ്ചരക്കണ്ടിയിലെ ബന്ധുവീട്ടിൽ പോയതായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ അടുക്കള ഭാഗത്തെ കിണറിനരികിലെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തേക്ക് കടന്നത്. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി ഷൈജു PL മോഷണം നടന്ന വീട് സന്ദർശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഇവർ 2 ദിവസമായിട്ട് അഞ്ചരക്കണ്ടി തുറച്ചിട്ട് പോയതായിരുന്നു. അവരെ തറവാടൊക്കെ അവിടെയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് വന്നേരം ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. കീ ഇട്ട് കഴിഞ്ഞാലും ഫ്രണ്ട് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റാതെ കൊണ്ട് അവർ അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും കിണറിൻ്റെ വാതിൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പം തുറന്നിട്ട് കണ്ടുകൊണ്ട് ഗ്രില്ലും ജസ്റ്റ് ഓപ്പണായിട്ടാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരും പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പം തന്നെ ഞാൻ മറ്റുള്ളവരെല്ലാം വിളിച്ചു. നമ്മളാരും ടച്ച് ചെയ്യാതെ തന്നെ എല്ലാം തുറന്ന് നോക്കിയിട്ട് അതിൽ ഒരു ഡോറ്, ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അല്പം സ്വർണം അവരൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരളം നേടിയ മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കാനാണ് BJPയും RSSും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ചീമേനിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIMന്റെ നേതൃത്വത്തിൽ ചീമേനിയിൽ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ചീമേനിയിൽ നടന്ന ദിനാചരണ പരിപാടി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളം ഇല്ലാതാക്കിയ മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കാനാണ് BJPയും RSSും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതിപക്ഷക്കാർ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഒരു സമൂഹം, ഈ കേരളം, ഒരു പുതിയ മാനവികതയിലേക്ക്, അതിൻ്റെ അവബോധത്തിലേക്ക് കുതിച്ചുയർന്നത്. ആ മാനവികതയുടെ അവബോധമാണ് മലയാളിയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെ തകർക്കാനാണ് സംഘപരിവാർ വിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, P കരുണാകരൻ, MV ബാലകൃഷ്ണൻ, ബാബു എബ്രഹാം, VPP മുസ്തഫ, PC സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒരു വ്യക്തിയെയും രാഷ്ട്രീയ എതിരാളികളായാൽ പോലും ഭീഷണിപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന സംസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇല്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷ PK ശ്രീമതി ടീച്ചർ. പഴയങ്ങാടി എരിപുരത്ത് വെച്ച് നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ടീച്ചറെ, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചു നീക്കിയത് ഒരു ഭീഷണിയെ തുടർന്നാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഏതായാലും CPM പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയെയും, അത് രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തുകയോ മറ്റേതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു ശീലമോ സംസ്കാരമോ വെച്ച് പുലർത്തുന്നവരല്ല. അതെല്ലാവർക്കും അറിയാം. പയ്യന്നൂർ പ്രത്യേകിച്ചും, പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും രാഷ്ട്രീയമായി പ്രബുദ്ധതയാർജിച്ച, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് ഉയർന്ന മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് പയ്യന്നൂരിലെ ജനത. ആ പയ്യന്നൂരിലെ ജനതയെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട്
നാനാമുഖമായ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ കരുത്തുറ്റ പ്രസ്ഥാനമാണ് പയ്യന്നൂരിലെ CPIM. അതറിയാത്തവരായിട്ട് ആരുമില്ല. അത് കോൺഗ്രസ്സുകാരും സമ്മതിക്കും. അപ്പോൾ അത്തരമൊരു പാർട്ടി, അത്തരത്തിൽ പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തെയോ അല്ലെങ്കിൽ പയ്യന്നൂരിലെ പാർട്ടിയുടെ പ്രവർത്തകരെ ആരെങ്കിലും ഗുണ്ട എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാരശൂന്യമായ അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക രംഗത്തെ മൂല്യച്യുതി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പിന്നെ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായി. കോൺഗ്രസിനേക്കാൾ ഏറ്റവും മോശമായ, കോൺഗ്രസ് സ്വീകരിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട നിലപാടും സംസ്കാരവും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുഞ്ഞികൃഷ്ണൻ മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. ഈ ഒരു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷം മാത്രം ഭരിച്ചു വന്നിരുന്ന ഈ സമയത്ത് ഈ ഒരു വിമത നീക്കം CPMന് തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, പയ്യന്നൂരിലെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത് വളരെ നിസ്സാരമായിട്ട് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് പരിഗണിക്കാൻ പോലും സാധ്യമല്ല. പയ്യന്നൂരിൽ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടു. താൻ സ്വതന്ത്രനായി തന്നെയാണ് മത്സരിക്കുന്നതെന്നും പിന്തുണയുമായി ആര് വന്നാലും അത് സ്വീകരിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളൊരു ചുമരെഴുതിയാൽ എതിർകക്ഷി അവർക്കാവശ്യമായ രീതിയിൽ ആ ചുമരെഴുത്തിനെ മാറ്റിമറിക്കുന്ന ഒരു നില എപ്പോഴെങ്കിലും ഈ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വേവലാതിയൊന്നുമില്ല. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നെ ഒരു പ്രത്യേക അറയിൽ മാറ്റിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം LDF വളരെ ബോധപൂർവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം LDFനകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുമെന്നും ആ വോട്ട് ചോർച്ച തടയാൻ ഞാൻ സ്വതന്ത്രനല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നിലയിലാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് മറക്കാനാവാത്ത ഒരു പേരുണ്ട്, TN ശേഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധികാരം എന്താണെന്ന് ഇന്ത്യക്കാരെ കാണിച്ചു തന്ന ആ മഹത് വ്യക്തിയെ തെരഞ്ഞെടുപ്പ് കാലത്തെന്നല്ല എപ്പോഴും ഓർക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നണയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മറക്കാത്ത ഒരു പേരുണ്ട്, തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ. രാജ്യത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നൊരു പദവിയുണ്ടെന്നും ആ പദവിക്ക് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത അധികാരങ്ങളുണ്ടെന്നും നേതാക്കളും രാജ്യത്തെ വോട്ടർമാരും അറിഞ്ഞത് TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കെയാണ്. 5 വർഷം ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. ഈ കാലയളവിൽ നടന്നത് 2 പൊതു തെരഞ്ഞെടുപ്പുകളാണ്. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിറന്ന തൂക്കുസഭയ്ക്കും തുടർന്നുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും ശേഷൻ സാക്ഷിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ ശേഷൻ ശുദ്ധികലശം നടത്തി. ഓരോ സ്ഥാനാർത്ഥിക്കും മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്ന പണത്തിന് പരിധിയുണ്ടെന്നും സ്വീകരിക്കുന്ന സംഭാവനകൾക്ക് കണക്ക് സൂക്ഷിക്കണമെന്നും രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും അറിഞ്ഞത് ശേഷന്റെ കാലത്താണ്. 1996 ഭരണമികവിന് മാഗ്സാസെ പുരസ്കാരം നേടി. 2019 നവംബർ 10 അന്തരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
കൊല്ലപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യം സ്വന്തം സ്കൂളിലെ അധ്യാപകന്റെ കവിത. കുട്ടികളും മാഷും ഡബിൾ ഹാപ്പി. പെരുമ്പ GMUP സ്കൂളിലെ വിനയചന്ദ്രൻ മാഷ് എഴുതിയ കവിതയാണ് ഇത്തവണ 4ാം ക്ലാസ് കൊല്ലപ്പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി വന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് പെരുമ്പ GMUP സ്കൂളിലാണ്. 4ാം ക്ലാസ് കുട്ടികളുടെ അടുത്താണ്. ഇവർക്ക് ഇന്ന് പരീക്ഷയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കുട്ടികളോട് ചോദിക്കാം. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്, അത് കുട്ടികൾ തന്നെ പറഞ്ഞു തരും. പേരെന്താ? ഹരിനന്ദ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ മലയാളം പരീക്ഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ കുട്ടികളെ തന്നെ പറഞ്ഞുതരും. എന്താണ് ഈ മലയാളം പരീക്ഷയുടെ ഇന്നത്തെ പ്രത്യേകത? നമ്മുടെ സ്വന്തം മാഷിൻ്റെ കവിതയാണ് ഇന്ന് പരീക്ഷയിലുണ്ടായിരുന്നത്. ആ കവിത കൂട്ടിച്ചേർക്കാനാണോ ഉണ്ടായത്? എഴുതിയോ? നന്നായിട്ട് എഴുതിയോ? മാഷിൻ്റെ പേരെന്താ? CM വിനയചന്ദ്രൻ മാഷ്. നമുക്ക് അടുത്ത ആളോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ലതായിരുന്നു. എന്താ പരീക്ഷേൻ്റെ പ്രത്യേകത? ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നു. നന്നായിട്ട് എഴുതിയോ പരീക്ഷ? എഴുതി. മാഷെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല മാഷാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയാണ്. ആ മാഷിൻ്റെ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. അതെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കൂളിലെ മാഷ് എഴുതിയ കവിതയാണ് ഇന്നത്തെ 4ാം ക്ലാസ്സിൻ്റെ മലയാളം ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് മാഷോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് പരീക്ഷ? കഴിഞ്ഞു എല്ലാവരും? എങ്ങനെയുണ്ട് പരീക്ഷ? ഏത് ചോദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പരീക്ഷയിൽ? മാഷ് എഴുതിയ കവിത ഇന്നത്തെ കുട്ടികളുടെ ചോദ്യപേപ്പറിൽ വന്നു. എന്ത് തോന്നുന്നു മാഷ്ക്ക് ഈ ഒരു നിമിഷത്തിൽ? സന്തോഷം തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിത കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഈ വർഷം തന്നെ നേരത്തെ ഹൈസ്കൂൾ സെക്ഷനിൽ 6ാം ക്ലാസ്സിലെ മലയാളം ചോദ്യക്കടലാസിലും ഇതുപോലൊരു കവിത വന്നിട്ടുണ്ടായിരുന്നു ഈ മാർച്ചിൽ തന്നെ. അപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം തോന്നുന്ന, അവർക്ക് താല്പര്യം തോന്നുന്ന, അവർക്ക് താളത്തിൽ ആസ്വദിച്ച് ചൊല്ലാൻ കഴിയുന്ന കവിതകൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കിളികളി മണ്ണിൻ്റെ പാട്ടുകാരായി, കിളികളി മണ്ണിൻ്റെ പാട്ടുകാരായി, മലകളി മണ്ണിൻ്റെ കാവലാളായി. ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ഒരു സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ആചാരങ്ങൾ, വിശ്വാസം, കല, പാരമ്പര്യം എന്നിവ ഒത്തുചേരുന്ന ഒരു മഹത്തായ സാംസ്കാരിക അനുഭവമാണ് മാടായിക്കാവിലെ പൂരമഹോത്സവം. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരക്കളിയുടെ ആകാശ ദൃശ്യങ്ങൾ കാണാം. എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥില മാത്യു ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥില മാത്യു ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടുന്ന് ഷുഗർ, പ്രഷർ, ഹീമോഗ്ലോബിന് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ളവരെ ചെക്ക് ചെയ്ത് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഷുഗർ, പ്രഷർ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നിയന്ത്രിക്കേണ്ടതാണ്. അപ്പം നോട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് ഷുഗർ മരുന്ന് കഴിക്കുന്നവരുണ്ട്.
അവർ കൃത്യമായിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം അധികമായാൽ നമുക്ക് ബാക്കി അവയവങ്ങളെ, അതായത് കിഡ്നി, ഹാർട്ടിനെയും കിഡ്നിയെയും അതുപോലെ ലിവറിനെയും എല്ലാം ബാധിക്കാൻ, തലച്ചോറിനെയും. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്പൂതിരി, ജെഎച്ച്ഐമാരായ ആൻസി സാഗർ, കെ സജേഷ്, കെ സുലേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിഷ, പി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പരിയാരം മേഖലാ സമ്മേളനം ചുമട് താങ്ങി ഗോൾഡൻ ഗ്രൈൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പരിയാരം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചുമടുതാങ്ങി ഗോൾഡൻ ഗ്രെയിൻസ് ഓഡിറ്റോറിയത്തിൽ മുതുവടത്ത് ഗോവിന്ദൻ നായർ നഗറിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ആഗമനം വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് കെ ജെ യുടെ 25ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടും അതിന് 25ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പരിപാടികൾ കാസർഗോഡ്, തിരുവനന്തപുരം, വയനാട്, അതുപോലെ കാസർഗോഡ്, കൊല്ലം ജില്ലകളിലായിട്ട് വലിയ തോതിൽ വലിയ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വരികയാണ്. അതിന് നമ്മുടെ സംഘടന ആരംഭിച്ചത് 2000 പാലക്കാട് വെച്ചായിരുന്നു സംഘടനയുടെ ആവിർഭാവം ഉണ്ടായത്. ആ സംഘടന ഇന്ന് വളർന്ന് 25 വർഷം എത്തുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി വേരോട്ടമുള്ള സംഘടന മാറിയിട്ടുണ്ട്. ജയരാജൻ മാധവമംഗലം അധ്യക്ഷനായി, രമേശൻ ഹരിത മുഖ്യാതിഥിയായി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാജു ചെമ്പേരി, ജില്ലാ സെക്രട്ടറി സി പ്രകാശൻ മാട്ടൂൽ, പ്രിൻസ് തോമസ്, പി എ സന്തോഷ്, ടി വി പത്മനാഭൻ, ശങ്കരൻ കേതപ്പുറം, ഒ കെ നാരായണൻ നമ്പൂതിരി, നെറ്റ്വർക്ക് ചാനൽ എം ഡി മനോജ് കുമാർ വി വി, ദിനേശൻ മുറുവൻ, ശ്രീകാന്ത് പാണപ്പുഴ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ രമേശൻ ഹരിത, നജ്മുദ്ദീൻ പിലാത്തറ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. രാഘവൻ കടന്നപ്പള്ളി പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ചിദംബരനാഥ UP സ്കൂളും പുന്നക്കടവ് ഓട്ടോറിക്ഷ സ്റ്റാൻഡും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പുന്നക്കടവ് ജംഗ്ഷനിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് EV ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിത മാർഗ പദ്ധതിയുടെ ഭാഗമായി രാമന്തളി ചിദംബരനാഥ UP സ്കൂളിൽ 1 വർഷക്കാലമായി നടന്നുവരുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് EV പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് വാഹനം വാങ്ങിപ്പിച്ച് ഇതൊന്നും പാലിക്കാതെ യഥേഷ്ടം പോകുമ്പോൾ അത് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. കാരണം അതിന് ഇൻഷുറൻസ് ഇല്ല, ഒന്നും ഇൻഷുറൻസ് ഇട്ടില്ല, മോട്ടോർ വാഹനത്തിന്റെ പെർവ്യൂവിൽ വരുന്നില്ല, അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അണ്ടറിൽ വരുന്നില്ല. PV ദിനേശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ റോഡ് സുരക്ഷാ ക്ലബിന്റെ വകയായി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നൽകിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്റ്റീഫൻ ഏറ്റുവാങ്ങി. സ്കൂൾ കവാടത്തിലുള്ള പ്രധാന റോഡിലെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ കേരള ഗ്രാമീൺ ബാങ്ക് ഒരുക്കിയ സ്പീഡ് ബ്രേക്കർ ബോർഡിന്റെ ഉദ്ഘാടനവും നടന്നു. OK ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജി ജോസഫ്, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ജിതിൻ PV, ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക കാഞ്ചന VM, PT രാഘവൻ, P ജയരാജ്, K ജയരാജൻ, പാടാച്ചേരി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനസംവാദയാത്രയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മാത്തിൽ കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന നിർവാഹക സമിതി അംഗം M ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനസംവാദയാത്രയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മാത്തിൽ കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന നിർവാഹക സമിതി അംഗം M ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. TK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബിജു നെടുവാലൂർ, KM ശ്രീനാഥൻ, TV വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിഷത്ത് മേഖലാ കലാട്രൂപ്പിന്റെ ഇന്ത്യയുടെ ഉപ്പ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ വെറ്ററൻ സ്പോർട്സ് മെൻസ് ഫോറം വെറ്ററൻസ് വോളി മാർച്ച് 26 മുതൽ 29 വരെ പയ്യന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ വെറ്ററൻ സ്പോർട്സ്മെൻസ് ഫോറം വിന്നേഴ്സിനുള്ള മേലത്ത് മാധവൻ നമ്പ്യാർ മെമ്മോറിയൽ ട്രോഫിക്കും MU മത്തായി മാസ്റ്റർ മെമ്മോറിയൽ പ്രൈസ് മണിക്കും, റണ്ണേഴ്സിനുള്ള ഡോക്ടർ TVG മാരാർ മെമ്മോറിയൽ ട്രോഫിക്കും VM ദാമോദരൻ മാസ്റ്റർ മെമ്മോറിയൽ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാ വെറ്ററൻസ് വോളി മാർച്ച് 26, 27, 28, 29 തീയതികളിൽ പയ്യന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 45 വയസ്സിനു മുകളിലുള്ള കളിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രമുഖ ടീമുകൾ വെറ്ററൻ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. വിന്നേഴ്സിന് മേലത്ത് മാധവൻ നമ്പ്യാർ മെമ്മോറിയൽ ട്രോഫിയും MU മത്തായി മാസ്റ്റർ മെമ്മോറിയൽ പ്രൈസ് മണിയും സമ്മാനിക്കും. റണ്ണേഴ്സ് അപ്പിന് TVG മാരാർ മെമ്മോറിയൽ ട്രോഫിയും VM ദാമോദരൻ മാസ്റ്റർ മെമ്മോറിയൽ പ്രൈസ് മണിയും സമ്മാനിക്കും. 7 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മാർച്ച് 26 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PP കൃഷ്ണൻ, KS പൊതുവാൾ, M വിജയൻ നമ്പ്യാർ, KKP ജനാർദ്ദനൻ, PV വിജയൻ, K വേണുമാസ്റ്റർ, KV കമലാക്ഷൻ, മുകുന്ദൻ A തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.